എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ലേറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ അതായത് എഡിറ്റ് ചെയ്യും. എന്നാൽ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാത്ത വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ കൺഫേം ആയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാനുള്ള അവസരം നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് admission.uc.ac.in/admission എന്നുള്ള പേജിൽ പ്രസ് റിലീസ് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു പ്രസ് റിലീസ് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. കാരണം പല വിദ്യാർത്ഥികളും എഡിറ്റ് ചെയ്യും, എന്നാൽ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാതിരിക്കും. അതുപോലെ കൺഫേം ചെയ്ത ശേഷം ആ ഒരു പുതുതായിട്ടുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു പൂർണ്ണമായി എന്നുള്ള കാര്യത്തിൽ അതായത് പൂർണ്ണമായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്, അതായത് എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിക്കും. എന്നാൽ അപേക്ഷ പൂർത്തീകരിക്കാത്തതുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ പൂർത്തീകരിക്കുന്നതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ലോഗിനിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ പ്രസ്തുത വിദ്യാർത്ഥികൾ 23-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ ലോഗിൻ ചെയ്ത് അപേക്ഷ പൂർത്തിയാക്കേണ്ടതും അതുപോലെ പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. ഇപ്രകാരം അപേക്ഷ പൂർത്തീകരിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രസ്തുത സമയത്ത് സ്റ്റുഡൻറ്റ് ലോഗിൻ ലഭ്യമാവുള്ളൂ. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും അതുപോലെ സെക്യൂരിറ്റി കീയും നൽകിയ ശേഷം വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലോഗിൻ ആവില്ല. അതേസമയം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത ശേഷം ബാക്കിയുള്ള പേജ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫേംഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ്റെ എഡിറ്റ് ഓർ അൺലോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുകയും അതിനുശേഷം പുതിയ ഓപ്ഷൻ വേണമെങ്കിൽ അത് ആഡ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ചെയ്ത ശേഷം നിങ്ങൾ കൺഫേം ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം അതിൽ നിങ്ങൾ നൽകിയുള്ള എഡിറ്റിങ്ങളൊക്കെ വന്നിട്ടുള്ളൂ, അതായത് എഡിറ്റ് ചെയ്തതൊക്കെ വന്നിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്രകാരം അപേക്ഷ വിദ്യാർത്ഥികൾ പൂർത്തീകരിക്കേണ്ടതാണ്. അപേക്ഷ പൂർത്തീകരിക്കാത്ത പക്ഷം പ്രസ്തുത വിദ്യാർത്ഥികളെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കോ റാങ്ക് ലിസ്റ്റിലേക്കോ പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ പ്രത്യേകം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, അപേക്ഷയിലെ തിരുത്തലുകൾ വരുത്തുകയാണെങ്കിൽ അതായത് അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുകയാണെങ്കിൽ അപേക്ഷ പൂർത്തീകരിക്കേണ്ടതും പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതും അതത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ അതായത് അപേക്ഷ കൺഫേം ചെയ്യുകയും കൺഫേം ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതായത് എഡിറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ കൺഫേം ചെയ്താൽ മാത്രമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്കും അതുപോലെ തന്നെ ഇനി വരുന്ന സെൽഫ് ഫിനാൻസ് കോളേജുകളിലുള്ള റാങ്ക് ലിസ്റ്റുകളിലേക്കും വിദ്യാർത്ഥികളെ പരിഗണിക്കുള്ളൂ എന്ന് സർവകലാശാല നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. നിരവധി വിദ്യാർത്ഥികൾ എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ചിട്ടുണ്ട്, എന്നാൽ അപേക്ഷ പൂർത്തീകരിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ അവസരം നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ക്ലിക്ക് ഹിയർ അതായത് FIUGP 2024 പെർമിഷൻ ടു കംപ്ലീഷൻ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളത് നൽകിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇവിടെ ഡിക്ലറേഷൻ ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഡിക്ലറേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഇവിടെ യുവർ ക്യാപ്പ് ID അതുപോലെ തന്നെ സെക്യൂരിറ്റി കീ എന്ന് ചോദിക്കുന്നത് അത് കറക്റ്റായിട്ട് നൽകുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കാണോ എന്നുള്ള കാര്യം അറിയില്ല, അതായത് അത് വർക്കല്ല, ജസ്റ്റ് ഈ ഒരു പേജിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ പറ്റില്ല. അതിന് പകരം ഇതുവരെ അപേക്ഷ നൽകിയിട്ട് കംപ്ലീഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ചാൻസ് നൽകിയിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ചാൻസ് നൽകിയത് കൊണ്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ള വിദ്യാർത്ഥികൾ ഇവിടെ നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റി കീയും നൽകുക. അപ്പോൾ ലോഗിൻ ചെയ്യുക. നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ആയിട്ട് വരും. അതേസമയം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആണെങ്കിൽ ലോഗിൻ ആവില്ല, ലോഗിൻ ആവാതിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ല എന്നാണ് ഇവിടെ മെസ്സേജായിട്ട് കാണിക്കുക. നിങ്ങൾ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ ലോഗിൻ ആയിട്ട് വരുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലോഗിൻ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണ്, അതുപോലെ ഇവിടെ മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ കൺഫേംഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾക്ക് റിവൈസ്ഡ് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂലൈ 26-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികളുടെ ഈ ഒരു എയ്ഡഡ് പ്രോഗ്രാംസിലേക്കുള്ള ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂലൈ 26-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കും അതുപോലെ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനും ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യുന്നതിനും അതായത് ഏതെങ്കിലും ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അഡ്മിഷൻ നേടുന്നതിനുമുള്ള അവസരമുണ്ട്. അതായത് 26 മുതൽ 31-ാം തീയതി
31 തീയതി വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അവസരമുള്ളത്. അതായത് 26 തീയതി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരും. 26 തീയതി മുതൽ 31 തീയതി വരെ നിങ്ങൾക്ക് മാൻഡാറ്ററി ഫീസ് അടച്ച ശേഷം ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ടവർക്ക് ക്യാൻസൽ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 30 തീയതിയാണ്. അപ്പോൾ അതിനുശേഷമല്ല, ആ ഒരു 30 തീയതി ഓട്ടോമാറ്റിക്കലി ആ ഒരു സമയത്ത് തന്നെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നത് 2 തീയതി, അതായത് ഓഗസ്റ്റ് 2-നാണ്. ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2 തീയതി മുതൽ 6 തീയതി വരെ ഈ ഒരു രീതിയിൽ മാൻഡാറ്ററി ഫീസ് അടക്കുകയും അതുപോലെ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുകയും അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ അഡ്മിഷൻ നേടുകയും ചെയ്യാവുന്നതാണ്. അതായത് ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 6 തീയതി വൈകുന്നേരം 5 മണി വരെ. അതിനുശേഷം ഈ ഒരു എയ്ഡഡ് പ്രോഗ്രാംസിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് 7-നാണ്. അതിനുശേഷം സ്പോട്ട് അഡ്മിഷനുകളാണ് നടക്കുക. അതിനുശേഷം അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു 24 തീയതിയാണ്. അപ്പോൾ ഈ ഒരു അതായത് ടെക്നിക്കൽ റീസണോ മറ്റോ കാരണങ്ങളുള്ളത് കൊണ്ട് ഈ ഒരു ഡേറ്റ് ചേഞ്ച് ആവാം എന്നുള്ളത് പ്രത്യേകം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആഫ്റ്റർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്സ് ലേറ്റ് രജിസ്ട്രേഷൻ വിൽ ബി അലൗഡ് ടിൽ ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ. അതായത് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം നൽകുമെന്നാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാതെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഹയർ ഓപ്ഷനിലേക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ പരിഗണിക്കും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല എങ്കിൽ 26 തീയതി മുതൽ 31 തീയതി വരെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാത്ത വിദ്യാർത്ഥികൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായിട്ട് കൺഫേം ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.